നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ പ്രഭാതം തുടങ്ങുകയാണ്. കേരളത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുള്ള പദ്ധതികളാണ് ഇന്നലെ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണത്തിൽ നമ്മൾ കണ്ടത്. ഭാവി വാഗ്ദാനങ്ങളാൽ നിറയുമ്പോൾ വർത്തമാന കേരളത്തെ കാണുന്നില്ലേ എന്ന ചോദ്യവും ഉയരുന്നു. സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിൽ എന്ന് പറയുമ്പോഴും പണം കണ്ടെത്താതെയാണോ പ്രഖ്യാപനങ്ങൾ? പുതിയുഗ കേരളത്തിനായി BDS സർക്കാർ എന്തൊക്കെയാണ് കണ്ടുവച്ചിരിക്കുന്നത് എന്നത് നോക്കാം. ഒപ്പം പിന്നാലെ പ്രതിപക്ഷ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങൾ അങ്ങനെ നീളുന്നു എന്നുള്ളതാണ്. എന്തായാലും സ്വപ്ന വിസ്മയങ്ങൾ യാഥാർത്ഥ്യമാകുമോ? കാത്തിരിക്കാം. ഒപ്പം നീറ്റ് പുനഃപരീക്ഷ നാളെ നടക്കാനിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് മോക്ക് ഡ്രില്ലൊക്കെ ഉണ്ട്. ഒപ്പം ലോകകപ്പിൽ ബ്രസീൽ ഹൈത്തി മത്സരം പുരോഗമിക്കുകയാണ്. വേൾഡ് കപ്പ് വിശേഷങ്ങൾ, മറ്റു വാർത്തകളെല്ലാം നോക്കാം. ആദ്യം തലക്കെട്ട്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് രൂപീകരിച്ച ഹൈപ്പവർ കമ്മിറ്റിയുടെ യോഗം രാവിലെ 10 മുതൽ. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം ജില്ലയിലെ MLA മാർ പങ്കെടുക്കും. ഇന്നലെ ഷിഗല സ്ഥിരീകരിച്ചത് 10 പേർക്ക്. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് കനത്ത സുരക്ഷ. ക്രമീകരണങ്ങൾ വിലയിരുത്താൻ രാവിലെ 9 മണി മുതൽ 5000-ലധികം കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ. പരീക്ഷ എഴുതുന്നത് 23 ലക്ഷം വിദ്യാർത്ഥികൾ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ ജന്തർ മന്ദറിൽ ഇന്ന് CJP പ്രതിഷേധം. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കുറ്റസമ്മതം നടത്തി അറസ്റ്റിലായ ജിതിൻ ഭാസ്കർ. നിർണായക വിവരങ്ങളുള്ള ഫോൺ റീസെറ്റ് ചെയ്തുവെന്ന് ജിതിൻ. ഫോറൻസിക് പരിശോധനയ്ക്ക് പുറമെ തിരുവനന്തപുരത്തെ ലാബിലും വിദഗ്ധ പരിശോധന. ലോകകപ്പിൽ നോക്കൌട്ട് പ്രതീക്ഷയുമായി ബ്രസീൽ. ഹൈതിക്കെതിരെ 3 ഗോളുകൾക്ക് മുൻപിൽ. നെയ്മർ ഇറങ്ങിയില്ല. തുടർച്ചയായ 2ാം ജയത്തോടെ ആതിഥേയരായ അമേരിക്ക റൗണ്ട് ഓഫ് 32-ൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. സ്കോട്ട്ലൻഡിനെതിരെ മൊറോക്കോയ്ക്ക് 1-0 ജയം. പശ്ചിമേഷ്യ അശാന്തിയിൽ തന്നെ. ലെബനോണിലേക്ക് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം. 47 മരണം. ഇസ്രായേലിന്റെ സൈനിക ആക്രമണം വെടിനിർത്തൽ ധാരണ ലംഘിച്ച്. ഇസ്രായേൽ നീക്കം ഇറാൻ US അന്തിമ കരാറിനെ ബാധിക്കുമെന്ന ആശങ്ക. തുടർ ചർച്ചകൾക്കായി സ്വിറ്റ്സർലൻഡിലേക്ക് തിരിച്ച അമേരിക്കൻ പ്രതിനിധി സംഘം. രൂക്ഷമായ കടലാക്രമണത്തിൽ സംസ്ഥാന പാതയടക്കം തകർന്നിട്ടും കാസർഗോഡ് തൃക്കണ്ണാട് കടപ്പുറത്ത് തീരസംരക്ഷണത്തിനായി കരിങ്കല്ല് നിരത്തൽ പാതി വഴിയിൽ. ജലസേചന വകുപ്പിന് കീഴിൽ നടത്തുന്ന പദ്ധതി നിർത്തിവച്ചത് കരിങ്കല്ല് കിട്ടാനില്ല എന്ന കാരണത്താൽ. സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം പകർച്ചവ്യാധി പടരുന്ന സാഹചര്യമാണ്. ഈ പകർച്ചവ്യാധി പ്രതിരോധത്തിൽ ഇന്ന് ഉന്നത അധികാര സമിതി യോഗം ചേരുന്നുണ്ട്. രാവിലെ 10 മുതൽ 2 മണി വരെ. മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ ജില്ലയിലെ എല്ലാ MLA മാരും പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ 10 പേർക്കാണ് സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ്. നിപ്പയിൽ ആശ്വാസമുണ്ടെങ്കിലും മറ്റ് പകർച്ചവ്യാധികൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ രജിത് കുമാർ നൽകും. തിരുവനന്തപുരത്ത് രജിത്ത്, ഈ സൂചിപ്പിച്ച പോലെ തന്നെ മഴയോടൊപ്പം തന്നെ പകർച്ചവ്യാധികൾ പടരുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ഷിഗല സ്ഥിരീകരിച്ചത് ഇന്നലെ 10 പേർക്കാണ്. ഒപ്പം മഞ്ഞപ്പിത്തം, അതോടൊപ്പം തന്നെ എലിപ്പനിയൊക്കെ പടരുന്ന സാഹചര്യമുണ്ട്. ഈ കസേരകൾക്കിടയിലൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സമയമില്ലേ എന്നതാണ്. ഇന്നിപ്പോൾ യോഗമൊക്കെ ചേരുന്നുണ്ടല്ലോ. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്നത്. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്താനായി മന്ത്രി തയ്യാറെടുക്കുന്നത്. ഇന്ന് 10 മണി മുതൽ 2 മണി വരെയാണ് മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. ഷിഗല്ല ബാധ സംസ്ഥാനത്ത് കൂടുതലായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ ഇന്നലെ 10 പേർക്കാണ് രോഗബാധ ഇന്നലെ സ്ഥിരീകരിച്ചത്. അതിൽ തന്നെ തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2 പേർക്കും കോഴിക്കോട് ജില്ലയിൽ 3 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. മറ്റ് പാലക്കാട് ഒരാൾക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ 10 പേർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഒപ്പം തന്നെയാണ് മറ്റ് കൂടുതൽ എണ്ണവും 5 പേരുടെ മരണമാണ് ഈ ഒരു മാസം തന്നെ ഈ ഷിഗല്ല ബാധയെ ഉണ്ടായത്. 120 പേർക്ക് ഇന്ന് ഈ ഒരു മാസം കൊണ്ട് മാത്രം രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 196 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്.
ഇങ്ങനെ നോക്കുമ്പോൾ ഷിഗല്ല ബാധ തുടർന്ന് വ്യാപിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും യോഗം ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ യോഗം നിപ്പ ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. എന്നാൽ നിപ്പയിൽ ഇപ്പോൾ ഒരു നിയന്ത്രണമൊക്കെ വന്നിട്ടുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലായിരുന്ന ആളുകളൊക്കെയും തന്നെ അവിടെ നിന്നും വീടുകളിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഒരാൾക്ക് മാത്രമാണ് നിപ്പ ബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരാൾ മാത്രമാണ്. 43 വയസ്സുകാരനായ വ്യക്തിയാണ് കഴിയുന്നത്. ആ ഒരാളുടെ രോഗബാധ മാത്രമാണ് ഇപ്പോൾ നിപ്പയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നിപ്പയ്ക്ക് ഒരു നിയന്ത്രണം വന്നതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഷിഗല്ല ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടുതലായി ഉണ്ടാകുന്നത്. അതിനുകൂടി ഒരു നിയന്ത്രണം വരുത്തുന്നതിൻ്റെ ഭാഗമായാണിപ്പോൾ യോഗം ചേരുന്നത്. അതുമാത്രമല്ല, പകർച്ചവ്യാധികൾ തുറന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ ഈ നിപ്പയും ഷിഗല്ലയുമാണ് പ്രധാനമായും സർക്കാർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് കൂടി, മറ്റ് പകർച്ചവ്യാധികളിലേക്ക് കൂടി നീങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. ഡെങ്കു ഫീവർ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഡെങ്കു പനി ബാധിച്ച് നിരവധി പേർക്ക്, ഇതിനോടകം തന്നെ 3 പേരുടെ മരണം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഇത് വല്ലാതെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനെ കൂടി നിയന്ത്രണ വിധേയമാക്കുന്നതിൻ്റെ ഭാഗമായും, ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ഞപ്പിത്തവും സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നുണ്ട്. ദിനവും 25ഓളം പേർക്കാണ് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 25ഓളം പേർക്ക് ഓരോ ദിവസവും രോഗം റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അത് വലിയൊരു ഭീഷണി, ഈ രോഗം പടരുന്നതിൽ വലിയൊരു ഭീഷണി ഉണ്ട് എങ്കിൽ തന്നെയും മറ്റ് അപായങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്തൊരു സാഹചര്യമുണ്ട്. എന്നെങ്കിൽ തന്നെയും ഇവയും നിയന്ത്രണ വിധേയമാക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വെള്ളത്തിലൂടെയാണ് പ്രധാനമായും ഇത് പടരുന്നത് എങ്കിൽ തന്നെയും ഇവയെ കൃത്യമായി തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ നിയന്ത്രണ വിധേയമാക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളതിനാൽ തന്നെയാണ് ഇന്ന് യോഗം ചേരുന്നത്. ഡോക്ടർ എസ് ലാലിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ യോഗം. ഉന്നതാധികാര സമിതി അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. ഒപ്പമുണ്ട് മറ്റ് MLA മാർ. ജില്ലയിലെ എല്ലാ MLA മാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. ജില്ലയിൽ നിയന്ത്രണ വിധേയമാക്കുന്നതിനോടൊപ്പം തന്നെ പൊതുവായി ഇതിനൊരു നിർദ്ദേശങ്ങൾ കൂടി പുറപ്പെടുവിക്കുക എന്നതുകൂടിയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യവും. ശരി, രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പകർച്ചവ്യാധി പ്രതിരോധത്തിൽ ഇന്ന് ഉന്നത അധികാര സമിതി യോഗം ചേരുന്നുണ്ട്. രാവിലെ 10 മണി മുതൽ 2 മണി വരെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേരുന്നത്. ജില്ലയിലെ എല്ലാ MLA മാരും പങ്കെടുക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ ഈ പ്രതിരോധ പ്രവർത്തനത്തിനായി ഡ്രൈ ഡേ ഒക്കെ ആചരിച്ചു. ഇന്ന് ഓഫീസുകളിൽ ഡ്രൈ ഡേ ആചരിക്കും. നാളെ ഇപ്പോൾ വീടുകളിലാണ് ഡ്രൈ ഡേ ആചരിക്കുന്ന വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും രജിത്ത് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, സംസ്ഥാനത്ത് ആശങ്കയായി ഷിഗല്ല രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രധാനമായും കുടലിനെ ബാധിക്കുന്ന ബാക്ടീരിയ അണുബാധയാണ് ഷിഗല്ല അഥവാ ഷിഗല്ലോസിസ്. രോഗലക്ഷണങ്ങളെക്കുറിച്ചും രോഗം വരാതിരിക്കാൻ ചെയ്യേണ്ട മുൻകരുതലുകളെക്കുറിച്ചും കൊച്ചി അമൃത ആശുപത്രിയിലെ ഇൻഫെഷ്യസ് ഡിസീസ് വിഭാഗം മേധാവി ഡോക്ടർ ദീപു TS സംസാരിക്കുന്നു. അതിലേക്ക്. എന്താണ് ഈ ഷിഗല്ല അഥവാ ഷിഗല്ലോസിസ്? ഒരു ബാക്ടീരിയയാണ് ഈ ഷിഗല്ല. മലിനമായ ജലം, കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമില്ലായ്മ, കൈ ശുചിത്വമില്ലായ്മ, ഇതുവഴിയെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ നമ്മളുടെ കുടലിലേക്ക് എത്താവുന്ന ഒരു ബാക്ടീരിയയാണ് ഷിഗല്ല. കുടലിലെത്തിയതിനു ശേഷം അവിടെ കിടന്ന് പെറ്റുപെരുകി അവിടുത്തെ കുടലിൻ്റെ ത്വക്കിൽ ഇത് അൾസറുകളോ ഇൻഫെക്ഷനുകളോ ഉണ്ടാക്കാം. നമ്മളുടെ രക്തത്തിലേക്കും ഇത് പടരാം. ഈ ഒരു രോഗാവസ്ഥയുടെ മൂർച്ഛയെയാണ് ഷിഗല്ലോസിസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്? കഠിനമായ ഛർദിൽ, വയറുവേദന, വയറിളക്കം, വയറ്റിൽ നിന്ന് പോകുമ്പോൾ ചോരമയവും കഫമയവും ഉണ്ടാവുക. രക്തം കലർന്ന വയറിളക്കത്തിൻ്റെ പേരാണ് ഡിസെൻട്രി എന്നുള്ളത്. ഈ ഷിഗല്ല ഡിസെൻട്രിയുടെ രോഗാവസ്ഥ കടുക്കും തോറും ആളുകൾക്ക് ബോധക്ഷയവും ബോധക്കുറവും വരാം, നിർജ്ജലീകരണം വരാം. ആ സമയത്ത് BP കുറയുകയും അത് മുഖാന്തരം ജീവന് അപകടം വരെയും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്താം. എങ്ങനെയൊക്കെ ഈ ഷിഗല്ല എന്ന രോഗാവസ്ഥയെ നമുക്ക് പ്രതിരോധിക്കാം? നമ്മൾക്ക് മനസ്സിലായി, ഇത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നമ്മളുടെ കൈകളുടെ ശുചിത്വമില്ലായ്മയിലൂടെയും പകരുന്ന ഒന്നാണെന്നുള്ളത്. അതിനാൽ തന്നെ നമ്മൾ വെള്ളം തീർച്ചയായും ചൂടാക്കിയതിനു ശേഷം മാത്രം, അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ, എസ്പെഷ്യലി പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ വേവിച്ച് കഴിക്കുക. വഴിയോര ഭക്ഷണശാലകളിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാര്യം നമ്മളുടെ മനസ്സിലുണ്ടാവണം, നമ്മളുടെ ശുചിത്വം പോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യുന്നവരുടെയും ശുചിത്വം
വളരെ പ്രധാനമാണ്. അതിനാൽ ശുചിത്വമുള്ള ഭക്ഷണശാലകളിൽ നിന്ന് മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളൂ. എപ്പോഴൊക്കെ നമ്മൾ ശൗചാലയങ്ങളിൽ പോകുന്നു അതിനുശേഷം നമ്മളുടെ കൈകൾ കഴുകി വൃത്തിയാക്കി സാനിറ്റൈസർ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ജീവിതചര്യയാക്കി മാറ്റുക. ഇപ്പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിലൂടെ ഷിഗല്ല അണുബാധ നമുക്ക് വരുന്നത് നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്. അതാണ് കൊച്ചി അമൃത ആശുപത്രിയിലെ ഇൻഫെഷ്യസ് ഡിസീസസ് വിഭാഗം മേധാവി ഡോക്ടർ ദീപു TS സംസാരിക്കുകയായിരുന്നു. ഷിഗല്ല രോഗം വരാതിരിക്കാൻ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് വിശദീകരിക്കുകയായിരുന്നു ഡോക്ടർ പറഞ്ഞ പോലെ ഒക്കെ ശ്രദ്ധിച്ചാൽ, ജാഗ്രത പുലർത്തിയാൽ നമ്മൾക്കെല്ലാവർക്കും ഈ ഷിഗല്ല എന്ന അസുഖം, ഈ പകർച്ചവ്യാധി പ്രതിരോധിക്കാം എന്നതാണ്. എല്ലാവരും അത് പാലിക്കുക എന്നതാണ് പറയാനുള്ളത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ, വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ഫോൺ റീസെറ്റ് ചെയ്തതായി കണ്ടെത്തി. ജില്ലാ ഫോറൻസിക് ലാബിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് കണ്ടെത്തൽ. നിർണായക വിവരങ്ങളുള്ള ഫോണാണ് റീസെറ്റ് ചെയ്തത്. ഫോണിലെ വിവരങ്ങൾ മായ്ച്ച് റീസെറ്റ് ചെയ്തതായി ചോദ്യം ചെയ്യലിൽ ജിതിൻ ഭാസ്കർ സമ്മതിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ലക്ഷ്മിപ്രിയ ചേരുന്നു. ലക്ഷ്മി, നമുക്കറിയാം ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഊർജിതമായി അന്വേഷിക്കുന്ന ഒരു കേസാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തുന്നു, നിർണായക കണ്ടെത്തൽ വരുന്നു. മറ്റ് എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്? അന്വേഷണം ഊർജിതമായി നടക്കുന്നു. മറ്റു വിവരങ്ങൾ? ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം നടന്നിരുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ സർക്കാർ വരുന്നു. അതിനുശേഷമാണ് ജൂൺ 3-ന് വീണ്ടും ഈ ഒരു കേസ് പുനരന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകുന്നത്. ഇതേ തുടർന്ന് 13 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതും. ഏതായാലും നിർണായക വിവരം തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ഫോൺ റീസെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഫോറൻസിക് ലാബിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധന ഇത് കണ്ടെത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. നിർണായക വിവരങ്ങളാണ് ഇതിൽ നിന്ന് പോയിട്ടുള്ളത് എന്നും വ്യക്തമായിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഈ ഫോണുമായി കേന്ദ്രീകരിച്ചായിരിക്കും ഇനി അന്വേഷണം നടക്കുക. അതായത് ഡിലീറ്റ് ചെയ്യപ്പെട്ട വിവരങ്ങളെല്ലാം റീസെറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇത് റീസെറ്റ് ചെയ്തെടുത്താൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള തലത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പറയുകയാണെങ്കിൽ, ഏതായാലും ഈ ഒരു കേസ്, അതായത് ജിതിൻ ഭാസ്കറിന്റെ ഈ ഫോണിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അതുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളിലേക്കും എല്ലാം എത്തിയിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ച് SIT കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. റിബേഷ് അടക്കമുള്ള DYFI നേതാക്കൾക്കടക്കം ഈ ജിതിന്റെ ഫോണിൽ നിന്നാണ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ള അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ജിതിൻ ഭാസ്കറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും എന്നുള്ളത് SITക്ക് പ്രതിരോധം തീർക്കുന്നുണ്ടെങ്കിൽ പോലും ഈ SIT ഇന്ന് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം 2 ദിവസത്തേക്കാണ് ഇപ്പോൾ ജിതിനെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിർണായക വിവരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എങ്കിൽ പോലും ഈ ഒരു കസ്റ്റഡി അപേക്ഷ വീണ്ടും നൽകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഫോണിന്റെ വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കാൻ ഇന്ന് SIT അപേക്ഷ നൽകും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു കാഫിർ വിവാദം പൊങ്ങി വരുന്നതും. അതിനുശേഷം 2026 മാർച്ചിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേസ് അവസാനിപ്പിക്കുന്ന രീതിയിലേക്കെല്ലാം നടന്നിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ CPM-നെ അല്ലെങ്കിൽ LDF-നെ പ്രതിരോധത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള കൂടുതൽ അറസ്റ്റുകളും അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നത്. ഏതായാലും ഇത്തരത്തിൽ ജിതിന്റെ അറസ്റ്റ് തന്നെ CPM-നെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ ഈ കോഴിക്കോട് ജില്ലയിലെ LDF നേതാക്കളെ കൂടുതൽ, അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നേതാക്കൾ അറസ്റ്റിലാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഫോണുമായി കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ അറസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, എന്തായാലും കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. എന്തായാലും ജിതിൻ ഭാസ്കർ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങളാണ് ലക്ഷ്മി പ്രിയ നൽകിയത്. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ക്രമീകരണങ്ങൾ വിലയിരുത്താൻ രാവിലെ 9 മണി മുതൽ 5000-ലധികം കേന്ദ്രങ്ങളിൽ മോക്ഡ്രിൽ നടത്തും. പരീക്ഷ എഴുതുന്നത് 23 ലക്ഷം വിദ്യാർത്ഥികളാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ ജന്തർ മന്ദിറിൽ ഇന്ന് CJP
പ്രതിഷേധിക്കുന്നുണ്ട്. വിവരങ്ങളൊക്കെ ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, ഈ സൂചിപ്പിച്ച പോലെ തന്നെ നീറ്റ് പുനഃപരീക്ഷ നാളെ നടക്കാനിരിക്കുന്നു. കനത്ത സുരക്ഷയാണല്ലോ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ഇന്നിപ്പോൾ മോക്ക് ഡ്രില്ലൊക്കെ ഉണ്ട്. നിരവധി ആരോപണങ്ങളൊക്കെ ഈ പരീക്ഷയുമായി സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുമ്പോൾ ഈ മോക്ക് ഡ്രിൽ എപ്പോഴാണ് നടക്കുക? മറ്റു വിവരങ്ങൾ എങ്ങനെ? നാളെ നീറ്റ് UG പുനഃപരീക്ഷ നടക്കുകയാണ്. അതിന് മുൻപായാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകളും സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്താനാണ് ഇന്നിപ്പോൾ മോക്ക് ഡ്രിൽ നടത്തുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് വരെ ഈ മോക്ക് ഡ്രിൽ ഉണ്ടാകും. അതിൽ 2.5 ലക്ഷത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഈ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമാകുന്നത്. നേരത്തെ മെയ് 3 നടന്ന നീറ്റ് UG പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു റദ്ദാക്കിയത്. പിന്നീട് ഈ പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രാലയം മറ്റ് വിവിധ മന്ത്രാലയങ്ങളുമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്നത്. അതിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ NTA അവരുടെ വെബ്സൈറ്റ് വഴി നൽകിയിട്ടുണ്ട്. യാതൊരു തരത്തിലും വ്യാജ പ്രചരണങ്ങളോ അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള നിർദ്ദേശങ്ങളോ വിദ്യാർത്ഥികൾ പാലിക്കരുത്. നീറ്റിന്റെ ഭാഗത്തുനിന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ പാലിക്കാവൂ. ഒപ്പം അഡ്മിറ്റ് കാർഡുകൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഇനിയും വെബ്സൈറ്റ് വഴി അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നേരത്തെ, അതായത് മെയ് 3 അഡ്മിറ്റ് കാർഡ് അസാധുവായിരിക്കും. പുതിയ പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ പുനഃപരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ ചോർന്നു എന്ന ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. ചോദ്യപേപ്പർ സുരക്ഷിതമാണ്. അത് വളരെ കൃത്യമായി തന്നെ സുരക്ഷാ ഏജൻസികൾ ഇടപെട്ടുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അത്തരം ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ തള്ളിക്കളയണം എന്നുള്ളതാണ് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും മെയ് 3 പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന വിവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ പുനഃപരീക്ഷ കുറ്റമറ്റതാക്കുന്നതിനും സുരക്ഷാ വീഴ്ചകളില്ലാതെ നടത്തുന്നതിനും വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ 9 മണി മുതൽ മോക്ക് ഡ്രിൽ നടത്തുന്നത്. ഏകദേശം 23 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ പുനഃപരീക്ഷ എഴുതാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിവിധ നിയമ പോരാട്ടങ്ങൾ കോടതികളിൽ ഉണ്ടായിരുന്നു. പുനഃപരീക്ഷ റദ്ദാക്കണം, പഴയ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രവേശന നടപടികൾ ഉണ്ടാകണമെന്ന ഹർജി സുപ്രീം കോടതിയിലെത്തിയിരുന്നു. അത് സുപ്രീം കോടതി അടിയന്തരമായി പരിഗണിച്ചില്ല. പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ടെലിഗ്രാം പ്ലാറ്റ്ഫോമിന്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ടെലിഗ്രാം ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അവിടെ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ ഡൽഹി ഹൈക്കോടതി ശരിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ നിയമ നടപടികൾ കൂടി ഈ പുനഃപരീക്ഷയുടെ ഭാഗമായി നടന്നിരുന്നു. ഏതായാലും നാളെയാണ് പരീക്ഷ നടക്കാനുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് വരെ സുരക്ഷാ ഏജൻസികൾ മോക്ക് ഡ്രിൽ നടത്തുന്നത്. അശ്വതി. ജിഷ്ണു, അതോടൊപ്പം തന്നെ നമുക്കറിയാം വീണ്ടും CJP അഥവാ കോക്രോച്ച് പാർട്ടി ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് വീണ്ടും പ്രതിഷേധിക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നമുക്കറിയാം ഈ വിദ്യാർത്ഥികളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവർക്ക് അടിയന്തരമായി ധനസഹായം നൽകണമെന്നാണ് ഈ CJPയുടെ പ്രധാന ആവശ്യം. മറ്റ് ആവശ്യങ്ങൾ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, മറ്റ് ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഉയർത്തുന്നത്? കഴിഞ്ഞ ആഴ്ചകളിൽ നേരത്തെ ഉള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇവരുടെ പ്രതിഷേധമൊക്കെ ഡൽഹിയിൽ കണ്ടതാണ്. അശ്വതി, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ഡൽഹിയിൽ ജന്തർ മന്ദിറിലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം നടത്തും എന്ന് അറിയിച്ചിട്ടുള്ളത്. സമരം ഏത് രീതിയിലാകും എന്നാണ് നോക്കിക്കാണേണ്ടത്. കാരണം നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതുവരെ അനിശ്ചിതകാലത്തേക്ക് ജന്തർ മന്ദിറിലെ വേദിയിൽ സമരം തുടരും എന്നുള്ളതാണ്. പക്ഷെ അവിടെ അനിശ്ചിതകാലത്തേക്കൊരു സമരത്തിന് പോലീസ് അനുമതി നൽകില്ല. അതുകൊണ്ട് ആ സമരത്തിന്റെ രീതി എന്താകും എന്ന് നോക്കിക്കാണേണ്ടതാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലെ വലിയ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ വൻ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രതിഷേധം നടത്തുമെന്ന് പ്രഖ്യാപിച്ച പാർട്ടികൾ ഡൽഹിയിലെത്തിയിരുന്നെങ്കിലും അന്ന് 1000-ൽ താഴെ ആളുകൾ മാത്രമായിരുന്നു. അതും SFIയും ICയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ട് പോലും വലിയ ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യ പ്രതിഷേധത്തിൽ ഡൽഹിയിൽ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ജനപിന്തുണ 2ാം ഘട്ട സമരത്തിന് കോക്രോച്ച് പാർട്ടിക്ക് ഡൽഹിയിൽ ലഭിക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, ഒപ്പം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ധനസഹായം, മണിപ്പൂരിൽ വിദ്യാർത്ഥികളുടെ സംഘർഷം നിലനിൽക്കുന്ന മണിപ്പൂരിൽ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് നിലവിൽ കോക്രോച്ച് ജനതാ പാർട്ടി മുൻപോട്ട് വെക്കുന്നത്. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളൊന്നും തന്നെ ഇതുവരെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണ നൽകാത്തത് കൊണ്ട് വലിയൊരു ജനപങ്കാളിത്തത്തിലേക്ക് ഡൽഹിയിലെ 2ാം ഘട്ട സമരം കൊണ്ടുചെന്ന് എത്തിക്കാൻ
കോക്രോച്ച് ജനതാ പാർട്ടിക്ക് സാധിക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. അശ്വതി. ശരി, എന്തായാലും നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കും. കനത്ത സുരക്ഷയിലാണ് രാജ്യം. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നൽകിയത്. കാസർഗോഡ് തൃക്കണ്ണാട് കടപ്പുറത്ത് തീരസംരക്ഷണത്തിനായി കരിങ്കല്ല് നിരത്തുന്ന പ്രവൃത്തികൾ നിലച്ച മട്ടിലാണ്. ജലസേചന വകുപ്പിന് കീഴിൽ നടത്തുന്ന പദ്ധതിയാണ് കരിങ്കല്ല് കിട്ടാനില്ലെന്ന കാരണത്താൽ നിർത്തിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം രൂക്ഷമായ കടലാക്രമണത്തിൽ പ്രദേശത്ത് സംസ്ഥാന പാതയടക്കം തകർന്നിരുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് രൂക്ഷമായ കടലാക്രമണം നേരിട്ട തൃക്കണ്ണാട് കടപ്പുറത്ത് മൺസൂൺ ആരംഭത്തിന് മുൻപ് വലിയ കരിങ്കല്ലുകൾ നിരത്തുവാനുള്ള പദ്ധതിയാണ് കരിങ്കല്ല് കിട്ടാത്തതിനാൽ ആഴ്ചകളായി നിലച്ചിരിക്കുന്നത്. തീരസംരക്ഷണത്തിന്റെ ഭാഗമായി ഇറക്കിയ ഏതാനും ലോഡ് കരിങ്കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. മഴ ശക്തമായാൽ കല്ല് നിരത്താനായി ഒരുക്കിയ കുഴിയടക്കം കടലിലാവും. 140 മീറ്റർ നീളത്തിൽ 3708 മെട്രിക് ടൺ വലിയ കരിങ്കല്ലുകൾ നിരത്തുന്നതാണ് പദ്ധതി. കഴിഞ്ഞ മഴക്കാലത്ത് 30 മീറ്ററോളം തീരപ്രദേശം കടലെടുത്ത് തൃക്കണ്ണാട്ട് സംസ്ഥാന പാതയടക്കം തകർന്നിരുന്നു. തൃക്കണ്ണാട് ശിവക്ഷേത്രത്തിന്റെ പള്ളിവേട്ട മണ്ഡപം ഉൾപ്പെടെ കടലേറ്റത്തിൽ നശിച്ച സ്ഥലത്താണ് പ്രവർത്തികൾ എങ്ങുമെത്താത്ത നിലയിലായത്. സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയിൽ നിന്ന് കരിങ്കല്ല് പൊട്ടിച്ചെടുക്കുന്നത് നാട്ടുകാർ എതിർത്തതോടെ കരിങ്കല്ല് വരവ് നിലയ്ക്കുകയായിരുന്നു. ഈ കല്ല് അവസ്ഥ വെച്ചാൽ ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് ഇത് വെച്ചിട്ട് ഇപ്പൊ വരുന്നില്ല. കല്ല് വരാത്തോടെ പണി നടക്കുന്നില്ല. ഇത് വന്നു കഴിഞ്ഞാൽ പണി നടക്കുന്നില്ല. ഇപ്പോൾ ആൾക്കാരില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടാന്ന് ഈടുള്ളവർക്ക് മാത്രം. പിന്നെ അമ്പലത്തിൽ വരുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ് വരുന്നത്. വഴി ഇടാനും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മളെന്നെ അവർക്കെല്ലാം വഴി കാട്ടി കൊടുക്കണം, വന്ന് നിൽക്കണം. ഇതുകൊണ്ട് എല്ലാം കൊണ്ട് പ്രശ്നമാണ് ഇവിടെ വരുന്നത്. ഒന്നും നടക്കുന്നില്ല ഇവിടെ. കഴിഞ്ഞ വർഷം വലിയ കടലാക്രമണമുണ്ട്. വലിയ കടൽ വാങ്ങിച്ചാൽ കഴിഞ്ഞ വർഷം വലിയ ആക്രമിച്ച വലിയ അമ്പലം പോയി വിടുന്നു. 2 അമ്പലം നഷ്ടപ്പെട്ട്, കുറേ സ്ഥലം നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ സംഭവിച്ചു. ആ സംഭവത്തിൽ അത് പോയി കൊണ്ടിട്ടത് ഈ കൊണ്ടിട്ടാലും ചെയ്യുന്നില്ല. അതിങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ ഇട്ടിട്ട്. നിലവിലെ അവസ്ഥ മീൻപിടുത്ത തൊഴിലാളികൾക്ക് തോണി ഇറക്കുന്നതിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ്. ജലസേചന വകുപ്പിന് കീഴിൽ 50 ലക്ഷം രൂപ ചെലവിലാണ് പ്രവർത്തികൾ നടന്നു വരുന്നത്. കരിങ്കല്ല് കിട്ടാത്ത കാരണത്താൽ തൃക്കണ്ണാട് കടപ്പുറത്ത് കടലാക്രമണം ചെറുക്കുവാനായി കരിങ്കല്ല് നിരത്തുന്ന പ്രവർത്തികൾ നിലച്ചിട്ട് 3 ആഴ്ച പിന്നിടുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ കർക്കിടക വാവിന് ബലിതർപ്പണത്തിനായി തീരത്തെത്തുന്ന ആയിരങ്ങളെ അടക്കം ഇത് സാരമായി ബാധിക്കും. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം തൃക്കണ്ണാട് കടപ്പുറത്ത് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. ഇനി പശ്ചിമേഷ്യയിലേക്ക് പോയാൽ പശ്ചിമേഷ്യ അശാന്തിയിൽ തന്നെ ലെബനോണിലേക്ക് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം. 47 പേരാണ് കൊല്ലപ്പെട്ടത്. വെടിനിർത്തൽ ധാരണ ലംഘിച്ചാണ് ഇസ്രായേലിന്റെ സൈനിക ആക്രമണം. അതേസമയം ഇസ്രായേലിന്റെ നീക്കം ഇറാൻ US അന്തിമ കരാറിനെ ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. അമേരിക്കയുമായുള്ള കരാറിലെ ഇറാന്റെ പ്രധാന ആവശ്യമാണ് ലെബനോണിലേക്ക് നേർക്കുള്ള ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്നത്. ഇക്കാര്യത്തിൽ ഇസ്രായേലിന് മേൽ അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരട് കരാറിന് പിന്നാലെ 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിൽ എത്തേണ്ടതുണ്ട്. തുടർ ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധി സംഘം സ്വിറ്റ്സർലൻഡിലേക്ക് തിരിച്ചു. അതേസമയം ഹോർമൂസിൽ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. കപ്പലുകൾ കടന്നുപോകാൻ അപേക്ഷ നൽകണമെന്ന് ഇറാന്റെ ഹോർമൂസ് അതോറിറ്റി അറിയിച്ചു. 48 മണിക്കൂർ മുൻപ് റൂട്ട് ഉൾപ്പെടെ വിവരങ്ങൾ നൽകണം. മൈനുകളും കൂട്ടിയിടിയ സാധ്യതകളും കാരണമാണ് നിയന്ത്രണമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ബ്രിട്ടനിലെ ബെഡ്ഫോർഡിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നു. ഡ്രൈവർ മരിച്ചിട്ടുണ്ട്. 89 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 11 പേരുടെ നില അതീവ ഗുരുതരമാണ്. കോർബിയയിൽ നിന്നും ലണ്ടൻ സെന്റ് പാൻക്രീസിലേക്ക് പുറപ്പെട്ട ട്രെയിനും നോട്ടിംഗ്ഹാമിൽ നിന്നും ഇതേ സ്റ്റേഷനിലേക്ക് വരികയായിരുന്ന ട്രെയിനുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ലണ്ടൻ സെന്റ് പാൻക്രീസിലേക്കും തിരിച്ചുമുള്ള എല്ലാ സർവീസുകളും ഈസ്റ്റ് മിഡ്ലാൻഡ് റെയിൽവേ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. അപകടത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് പ്രദേശത്ത് നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. അപകടത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ നടുക്കം രേഖപ്പെടുത്തി. ഇനി ലോകകപ്പ് വിശേഷങ്ങളിലേക്കാണ്. ലോകകപ്പ് ഗ്രൂപ്പ് C മത്സരത്തിൽ ഹെയ്തിക്കെതിരെ ലീഡ് ഉയർത്തി ബ്രസീൽ. 3 ഗോളിന് ബ്രസീൽ മുന്നിലാണ്. മത്തയൂസ് കുഞ്ഞ ഇരട്ട ഗോൾ നേടിയിട്ടുണ്ട്. വിനീഷ്യസ് ജൂനിയറാണ് ബ്രസീലിനായി 3ാം ഗോൾ നേടിയത്. നെയ്മർ ഇല്ലാതെയാണ് ബ്രസീൽ കളിക്കളത്തിലിറങ്ങിയത്. ആദ്യ മത്സരത്തിൽ മൊറോക്കോയുടെ സമനില വഴങ്ങിയ ബ്രസീലിൽ നിന്ന് മികച്ച ജയം അനിവാര്യമാണ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി USA. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് USAയുടെ ജയം. ഇതോടെ അടുത്ത റൗണ്ടിലേക്കുള്ള യോഗ്യത നേടിയിട്ടുണ്ട്. 10ാം മിനിറ്റിൽ ഓസ്ട്രേലിയയുടെ സെൽഫ് ഗോളും 43ാം മിനിറ്റിൽ അലക്സ് ഫ്രീമാൻ നേടിയ ഗോളുമാണ് USAയ്ക്ക് വിജയം നേടിക്കൊടുത്തത്.
ലോകകപ്പിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ എതിരില്ലാത്ത ഒരു ഗോളിന് കീഴടക്കി മൊറോക്കോ. കളിയുടെ 70-ാം സെക്കൻഡിൽ ഇസ്മയിൽ സൈബറി നേടിയ ഗോളാണ് ടൂർണമെന്റിലെ ആദ്യ വിജയം നേടാൻ മൊറോക്കോയെ സഹായിച്ചത്. ആദ്യ മത്സരത്തിൽ ബ്രസീലിനോട് സമനില വഴങ്ങിയ മൊറോക്കോ ഈ വിജയത്തോടെ 4 പോയിന്റുമായി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് എത്തി. ഇനിയൊരു റിപ്പോർട്ട് കാണാം ലോകകപ്പുമായി ബന്ധപ്പെട്ട്. 5 തവണ ലോകകപ്പിൽ മുത്തമിട്ട കാനറി പട കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം തവണ ഫിഫയുടെ ലോക കിരീടം നേടിയ ടീമാണ് ജർമ്മനി. 4 കപ്പ് സ്വന്തമാക്കിയ ജർമ്മനി ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറെ റെക്കോർഡുകൾ ഉള്ള ടീമാണ്. നാളെ ജർമ്മനി ഐവറി കോസ്റ്റിനെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. ഇക്കുറി കോച്ച് ജൂലിയൻ നഗൽസ്മാന് കീഴിൽ മുമ്പത്തെക്കാളും മികച്ച ടീമാണ് ജർമ്മനി. 6 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ 5ലും ജയം ഉറപ്പാക്കിയാണ് ജർമ്മനി ഈ വേൾഡ് കപ്പിന് എത്തിയത്. 70-90 കാലഘട്ടത്തിൽ ആരാധകർ ഏറെ ഉണ്ടായിരുന്ന ജർമ്മൻ പട പിന്നീട് വയസ്സന്മാരുടെ പടയെന്ന ആക്ഷേപം കേട്ടു. പിന്നീട് പുതിയ തലമുറയിലേക്ക് ജർമ്മൻ ടീം വഴങ്ങി. 1954, 1974, 1990, 2014 എന്നീ വർഷങ്ങളിലാണ് ജർമ്മനി ലോക ചാമ്പ്യന്മാർ ആയത്. ലോകകപ്പ് ചരിത്രമെടുത്താൽ ഉറുഗ്വേ ചാമ്പ്യന്മാരായ 1930 ലോകകപ്പിൽ ജർമ്മനി കളിച്ചിരുന്നില്ല. എന്നാൽ തൊട്ടടുത്ത പതിപ്പിലൂടെ അവർ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ചു. 1954 മിറക്കിൾ ഓഫ് ബെൻ എന്നറിയപ്പെടുന്ന ഫൈനലിൽ ശക്തരായ ഹംഗറിയെ പരാജയപ്പെടുത്തിയാണ് ജർമ്മനി ആദ്യമായി ലോകകപ്പ് ഉയർത്തിയത്. 1974 സ്വന്തം നാട്ടിൽ നടന്ന ടൂർണമെന്റിൽ ഹോളണ്ടിനെ തോൽപ്പിച്ചാണ് 2ാം കിരീടം സ്വന്തമാക്കിയത്. 3ാം ലോകകപ്പിനായി പിന്നെയും 16 വർഷം ജർമ്മൻ പടയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നു. 1990 ഇറ്റലിയിൽ നടന്ന ഫൈനലിൽ അർജന്റീനയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച് 3ാം കിരീടം നേടി. 2014 മെസ്സി നയിച്ച നീലപ്പടയെ വീഴ്ത്തിയാണ് ജർമ്മനി 4ാമത്തെയും ലോക കിരീടം സ്വന്തമാക്കിയത്. ലോകകപ്പ് ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച ടീമാണ് ജർമ്മനി. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ബ്രസീലിനെ മറികടന്ന് ജർമ്മനി 1ാം സ്ഥാനത്താണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ സെമി ഫൈനലിലെത്തിയ ടീമും ജർമ്മനിയാണ്. ജർമ്മനിക്കായി ഏറ്റവും അധികം ലോകകപ്പ് മത്സരങ്ങൾ കളിച്ച താരമെന്ന ബഹുമതി ലോദർ മത്തേയൂസിനായിരുന്നു. പിന്നീട് അർജന്റീനിയൻ താരം മെസ്സി ആ റെക്കോർഡ് മറികടന്നു. ജർമ്മനിക്കായി ഏറ്റവും അധികം ലോകകപ്പ് ഗോളുകൾ നേടിയ മിറോസ്ലോവ് ക്ലോസയായിരുന്നു ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ പുരുഷ ഫുട്ബോളർ. പിന്നീട് മെസ്സിയിലേക്ക് കൂടി ഈ റെക്കോർഡ് വഴിമാറി. ഇത്തവണ പരിചയസമ്പത്തും യുവത്വവും അടങ്ങിയ 26-അംഗ സ്ക്വാഡാണ് ലോകകപ്പിൽ കളിക്കുന്നത്. വിരമിച്ച വെറ്ററൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയറെ 40-ാം വയസ്സിൽ ലോകകപ്പിനായി തിരിച്ചു വിളിച്ചതിലൂടെ ലക്ഷ്യം മികച്ച പ്രകടനം തന്നെയാണ്. അതിനൊപ്പം സീനിയർ ക്യാപ്റ്റൻ ജോഷ് കിമിച്ച്, അന്റോണിയോ റൂഡിഗർ എന്നിവർ കൂടി ചേർന്നതോടെ അനുഭവ സമ്പത്തും ടീമിന്റെ കരുത്തുകൂട്ടും. യുവതാരങ്ങളിൽ ശ്രദ്ധേയരായ ജമാൽ മുസിയാലയുടെയും ഫ്ലോറിയൻ വെർട്ടിസിന്റെയും സാന്നിധ്യം ടീമിന് കൂടുതൽ ശക്തി പകരും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. നാടെങ്ങും ഫുട്ബോൾ ആവേശം അലതല്ലുകയാണ്. എവിടെയും ഫ്ലക്സുകളും കട്ടൗട്ടുകളും നിറയുമ്പോൾ മലയാളിയോടുള്ള ആരാധന നെഞ്ചിലേറ്റിയിരിക്കുകയാണ് തൃശ്ശൂരിലെ ഒരു ഗ്രാമം. ലോകകപ്പിലെ മലയാളി സാന്നിധ്യമായ കുവൈറ്റ് താരം തഹസിൻ മുഹമ്മദ് ജംഷിദിന്റെ 60 അടി ഉയരമുള്ള കട്ടൗട്ടാണ് തൃശ്ശൂർ പാത്രമംഗലം പാടശേഖരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ലോകമെമ്പാടും മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറിന്റെയും ഒക്കെ കട്ടൗട്ടുകൾ ഉയരുമ്പോൾ വ്യത്യസ്തരായി മാറുകയാണ് പാത്രമംഗലത്തെ കായിക പ്രേമികൾ. ഒരിക്കൽ ഇന്ത്യ ഫുട്ബോൾ വേൾഡ് കപ്പിൽ മത്സരിക്കാനിറങ്ങുമെന്ന ദൃഢനിശ്ചയത്തോടെ നാളെ നാടും വരുമെന്ന മുദ്രാവാക്യവുമായി ലോകകപ്പിലെ മലയാളി സാന്നിധ്യമായ കുവൈറ്റ് താരം തഹസിൻ മുഹമ്മദ് ജംഷിദിന്റെ 60 അടി ഉയരമുള്ള കട്ടൗട്ടാണ് പാത്രമംഗലത്തെ പാടശേഖരത്തിൽ ഉയർന്നിരിക്കുന്നത്. ഈ നാട് ഒന്നിച്ച് വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അഭിമാനമായ തഹസിൻ മുഹമ്മദ് അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് വേൾഡ് കപ്പിൽ കളിക്കുമ്പോൾ അത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് മുഹമ്മദ് ഷഫീഖ് എന്ന മികച്ച താരത്തെ സംഭാവന ചെയ്ത കായിക പാരമ്പര്യമുള്ള മണ്ണാണ് പാത്രമംഗലം. പ്രായഭേദമന്യേ നാട്ടുകാർ ഒന്നാകെയാണ് ഫുട്ബോൾ ആരാധനയ്ക്കായി ഒത്തുകൂടുന്നത്. കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് കാലത്ത് ഇന്ത്യൻ ഫുട്ബോൾ നായകൻ സുനിൽ ഛേത്രിയുടെ 53 അടി ഉയരമുള്ള കട്ടൗട്ട് ഉയർത്തിയിരുന്നു ഈ കൊച്ചു ഗ്രാമം. കലാകായിക താരങ്ങളെ വളർത്തിയെടുത്തിയ ഗ്രാമമാണ് പാത്രമംഗലം. മുഹമ്മദ് ഷഫീഖ് എന്ന ഇന്ത്യൻ ഫുട്ബോൾ താരത്തിനെ പാത്രമംഗലം രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തതാണ്.
പാത്രമംഗലം ഗ്രാമം മുഴുവൻ ഫുട്ബോൾ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 2022 വേൾഡ് കപ്പിൽ 55 അടി ഉയരമുള്ള സുനിൽ ഛേത്രിയുടെ ഒരു കട്ടൗട്ട് സ്ഥാപിച്ചിട്ടാണ് ഞങ്ങൾ ആ വേൾഡ് കപ്പിന് എതിരേറ്റത്. ഇന്ത്യൻ ഫുട്ബോളിന് ലോകകപ്പിൽ മത്സരിക്കാനുള്ള വളർച്ച ഒരു നാൾ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയും മലയാളിയുടെ ലോകകപ്പ് സാന്നിധ്യവും ഒരുപോലെ ആഘോഷിക്കുകയാണ് ഈ തൃശ്ശൂർക്കാരായ കായിക പ്രേമികൾ. അമൃത ന്യൂസ്, തൃശ്ശൂർ. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം ആരോഗ്യശീലങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേറിട്ടൊരു മാതൃകയുമായി വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രം. കളിയറിയാനും ഒപ്പം ആരോഗ്യശീലങ്ങൾ വളർത്താനുമായി ഒരുക്കിയ പ്രത്യേക ആരോഗ്യ ബോധവൽക്കരണ ഫുട്ബോൾ കാർഡ് പുറത്തിറക്കിയാണ് വട്ടക്കുളം ആരോഗ്യ കേന്ദ്രം ശ്രദ്ധേയമാകുന്നത്. നാടും നഗരവും ലോകകപ്പ് ആവേശത്തിൽ മുഖരിതമാകുമ്പോൾ കളിയെക്കുറിച്ചും പ്രിയ താരങ്ങളെക്കുറിച്ചും കൃത്യമായി അറിയുന്നതിനോടൊപ്പം മികച്ച ആരോഗ്യശീലങ്ങൾ സ്വന്തമാക്കാനും സഹായിക്കുന്നതാണ് വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ പദ്ധതി. കളിയറിയാം ഒപ്പം ആരോഗ്യശീലവും എന്ന സന്ദേശവുമായാണ് ആരോഗ്യ ബോധവൽക്കരണ ഫുട്ബോൾ കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു വശത്ത് മെസ്സി, നെയ്മർ, റൊണാൾഡോ തുടങ്ങിയ സൂപ്പർ ഫുട്ബോൾ താരങ്ങളുടെ മനോഹരമായ ചിത്രങ്ങളും അതോടൊപ്പം മഴക്കാല രോഗ ബോധവൽക്കരണ സന്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാർഡിന്റെ മറുവശത്താകട്ടെ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ കൃത്യമായ ചിത്രവും നൽകിയിട്ടുണ്ട്. ഫുട്ബോൾ ആവേശത്തെ ജനങ്ങളിലേക്ക് ആരോഗ്യ സന്ദേശങ്ങൾ എത്തിക്കാനുള്ള മികച്ചൊരു മാർഗമാക്കുകയാണ് ഇതിലൂടെ ആരോഗ്യവകുപ്പ്. 2 ലക്ഷ്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ലോകകപ്പിന്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് ലോകകപ്പിന്റെ സന്ദേശം എത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മഴക്കാലത്ത് നമ്മൾ നടത്തേണ്ടതായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് വളരെ കൃത്യമായി ആലേഖനം ചെയ്തിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ എല്ലാ വീടുകളിലും എത്തിക്കാൻ ശ്രമിക്കുന്നത്. വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോൾ പാലത്തിങ്ങൽ കാർഡിന്റെ പ്രകാശനം നിർവഹിച്ചു. മഴക്കാല രോഗങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തെ ബോധവൽക്കരണത്തിനുള്ള പുതുവഴിയാക്കിയ വട്ടംകുളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് ഫുട്ബോൾ ആസ്വാദകരും മികച്ച പിന്തുണയാണ് നൽകുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. കോഴിക്കോടിന്റെ പ്രൗഢി ദേശീയ തലത്തിലേക്ക് ഉയർത്തിയ പൂളാടിക്കുന്ന് ബോക്സിംഗ് ഗ്രാമത്തിൽ നിന്നും മറ്റൊരു താരോദയം കൂടി. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ സമുദ്രയാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സമുദ്ര. ബോക്സിംഗിനോട് അഭിനിവേശം മാത്രം മതി. ബോക്സിംഗ് ചാമ്പ്യൻ രാഘവൻ പുത്തലത്ത് പുതുതലമുറകൾക്ക് വേണ്ടി സൃഷ്ടിച്ച ബോക്സിംഗ് ഗ്രാമത്തിന്റെ ഭാഗമാകാൻ. കേരളത്തിൽ നിന്ന് നിരവധി ദേശീയ താരങ്ങളെ വാർത്തെടുത്ത ബോക്സിംഗ് ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു പെൺപുലി കൂടി ചാമ്പ്യൻഷിപ്പിലേക്ക് കരുത്തി തെളിയിക്കാൻ എത്തുകയാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ സമുദ്ര. തിരുവനന്തപുരത്ത് നടന്ന സബ് ജൂനിയർ സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സമുദ്ര മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പഞ്ചാബിൽ നടക്കുന്ന ദേശീയ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന സമുദ്ര തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഞാനൊരു വർഷത്തോളമായി ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നാഷണലിലേക്ക് പോകാൻ പോവാണ്. സ്റ്റേറ്റ് കഴിഞ്ഞു. സ്റ്റേറ്റിൽ എനിക്ക് ഗോൾഡായിരുന്നു. നല്ല ട്രെയിനിങ് ആണ്. എനിക്ക് ഇഷ്ടമാണ് സാറിനെ. സാറ് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യിപ്പിക്കാറുണ്ട്. 19-ാം തീയതി ഇവിടുന്ന് കയറണം. 19 തൊട്ട് 29 വരെയാണ് മത്സരം. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ കോച്ചായിരുന്ന രമേശ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സമുദ്രയുടെ പരിശീലനം. ഇവിടുന്ന് നിരവധി പേര് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ഇന്ത്യൻ ക്യാമ്പിൽ വരെ അറ്റൻഡ് ചെയ്ത കുട്ടികൾ ഇവിടുന്ന് വളർന്നു വന്നിട്ടുണ്ട്. പരിശീലനം രാവിലെ 6:30 മുതൽ ഒരു 8:30 വരെയും വൈകിട്ട് ഒരു 5 മണി മുതൽ ഒരു 7 മണി വരെയാണ് ഇവിടെ പരിശീലനം. നിരവധി ബോക്സേഴ്സ് ദേശീയ ലെവലിൽ മെഡൽ നേടുകയും ഇന്ത്യൻ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുറേ പ്രാവശ്യം നമ്മൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ നമ്മളിപ്പോഴും ഇവിടുന്ന് ഒരു ഗോൾഡാണ് കൂടി ബാക്കിയുള്ളൊക്കെ കോഴിക്കോടിൻ്റെ എൻ്റെ ശിഷ്യന്മാരും കൂടി നിന്നിട്ടാണ് ഈ വർഷത്തെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നമ്മളെ കോഴിക്കോടാണ് ലഭിച്ചത്. സബ് ജൂനിയർ സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 6 മെഡൽ കൂടി സ്വന്തമാക്കിയായിരുന്നു പൂളാടിക്കുന്ന് ബോക്സിംഗ് ക്ലബിന്റെ മടക്കം. ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. കൊൽക്കത്ത വിമാനത്താവളത്തിൽ തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഡൽഹിയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് മടങ്ങിയെത്തിയ അഭിഷേക് ബാനർജിക്കെതിരെ BJP പ്രവർത്തകർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു. BJP പ്രവർത്തകർ അഭിഷേക് ബാനർജിക്ക് നേരെ മുട്ടയെറിയാൻ ശ്രമിച്ചുവെന്ന് തൃണമൂൽ ആരോപിച്ചു. സംഘർഷാവസ്ഥയെ തുടർന്ന് സുരക്ഷാ സേന ഇടപെട്ട് ഇരുവിഭാഗത്തെയും പിരിച്ചുവിട്ടു. TMCയിലെ വിമത നീക്കത്തിൽ ലോക്സഭാ സ്പീക്കറുമായി ചർച്ച നടത്തി മടങ്ങിയെത്തിയതായിരുന്നു അഭിഷേക് ബാനർജി.
ഡ്രം വായനയിലൂടെ വിസ്മയം തീർക്കുന്ന ഒരു കുഞ്ഞു മിടുക്കനുണ്ട് തൃശൂർ പഴുവിൽ ഗോകുലം സ്കൂളിൽ. സംഗീതത്തെ നെഞ്ചിലേറ്റിയ 10 വയസ്സ് മാത്രം പ്രായമുള്ള വിഷ്ണു പ്രയാഗ് കൈവെക്കാത്ത സംഗീത ഉപകരണങ്ങൾ ചുരുക്കമാണ്. നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മികച്ചൊരു ഗായകൻ കൂടിയായ വിഷ്ണു പ്രയാഗിന്റെ വിശേഷങ്ങൾ കാണാം ഇനി. പ്രശസ്ത ഡ്രമ്മർ ശിവമണിയെ പോലെ ആയിത്തീരണമെന്നാണ് വിഷ്ണു പ്രയാഗിന്റെ ആഗ്രഹം. പഴുവിൽ ഗോകുലം സ്കൂളിൽ 5ാം ക്ലാസ്സിലെ പഠനത്തോടൊപ്പം വൈകിട്ട് ഒഴിവു സമയത്താണ് സംഗീതോപകരണങ്ങളുടെ പരിശീലനം. 1ാം വയസ്സ് മുതൽ മനസ്സിൽ നാമ്പിട്ട സംഗീതമോഹം പല വഴികളിലൂടെ സഞ്ചരിച്ചു. ഡ്രംസാണ് ഏറ്റവും ഇഷ്ടം. 5ാം വയസ്സിൽ മനോജ് ചെറുശ്ശേരിയിൽ നിന്ന് ആദ്യ പാഠങ്ങൾ പഠിച്ചു. തുടർന്ന് ചിട്ടയായ പരിശീലനത്തിൽ പ്രൊഫഷണൽ കലാകാരന്മാരെ വെല്ലുന്ന മികവിൽ വിഷ്ണു പ്രയാഗ് ഇപ്പോൾ ഡ്രംസിൽ വിസ്മയം തീർക്കുകയാണ്. കുഞ്ഞു മനസ്സിലെ താളബോധം ഡ്രംസിൽ മാത്രം ഒതുങ്ങിയില്ല. വയലിൻ, പിയാനോ, ഹാർമോണിയം, ഗിറ്റാർ എന്നിവയിലുമുള്ള വിഷ്ണു പ്രയാഗിന്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഒരു ഗായകൻ കൂടിയായ വിഷ്ണു പ്രയാഗ് ഏതാനും സംഗീത ആൽബങ്ങളിൽ പാടിയിട്ടുമുണ്ട്. കൂടാതെ കരാട്ടയിലും പരിശീലനം നേടുന്നുണ്ട്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങി ചെറുതും വലുതുമായ നിരവധി അവാർഡുകളും വിഷ്ണുവിനെ തേടി എത്തിക്കഴിഞ്ഞു. ഞാൻ ഇവിടെ ഡ്രംസ് പഠിക്കുന്നുണ്ട്. ഒരു 6-7 വയസ്സ് തൊട്ട് പഠിക്കുന്നതാണ്. അതിന് ആവശ്യമായ സപ്പോർട്ടൊക്കെ ടീച്ചേഴ്സും എല്ലാ സ്റ്റുഡൻസും ഒക്കെ എനിക്ക് തരുന്നുണ്ട്. പിന്നെ വയലിൻ, പാട്ട്, കരാട്ടെ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഞാൻ അങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് എല്ലാവരും സപ്പോർട്ടായിട്ട് തരുന്നുണ്ട്. സ്കൂളിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് ഈ കുഞ്ഞു കലാകാരന്റെ വിജയത്തിനു പിന്നിൽ. സ്കൂളിലെ വിശേഷ പരിപാടികൾക്കെല്ലാം വിഷ്ണു പ്രയാഗ് തന്റെ ഡ്രംസിലൂടെ താളവിസ്മയം തീർക്കും. വിഷ്ണു പ്രയാഗ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. സംഗീതത്തിന്റെ എല്ലാ മേഖലകളിലും കൈവെക്കാൻ സ്കൂളിലെ പഠന നിലവാരത്തോടൊപ്പം തന്നെ വീടുകളിൽ ചെന്നിരുന്ന് വയലിൻ, ഡ്രംസ്, ഗിറ്റാർ, കീബോർഡ് തുടങ്ങിയ എല്ലാ ഇൻസ്ട്രുമെന്റുകളും ഒരേ സമയം പഠിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ നല്ലൊരു മ്യൂസിഷ്യനായി മാറാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. പെരിങ്ങോട്ടുകര സ്വദേശികളായ അരുൺ അശോകൻ, വിഷ്ണുപ്രിയ ദമ്പതികളുടെ മകനാണ് വിഷ്ണു പ്രയാഗ്. അമൃത ന്യൂസ്, തൃശൂർ. ഇനി മനം കുളിർക്കുന്ന ഒരു കാഴ്ചയിലേക്ക് പോയാലോ? ജലസമൃദ്ധമായ ഇടുക്കി ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്കാണ്. ദിവസവും 100 കണക്കിന് സഞ്ചാരികളാണ് ചീയപ്പാറയിൽ ഇറങ്ങി വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നു പോകുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേര്യമംഗലം വനമേഖലയിലാണ് ഈ വെള്ളച്ചാട്ടം മനോഹര കാഴ്ചയൊരുക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ പ്രധാന ആകർഷണമാണ് തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം. വേനലിന് ശേഷം മൺസൂൺ എത്തിയതോടെ വറ്റിവരണ്ട് കിടന്നിരുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം സജീവമായി. ഇത്തവണ വേനൽ മഴ ആരംഭിച്ച മെയ് മാസം മുതൽ ചീയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു. കഴിഞ്ഞ മെയ് മാസം 15-ാം തീയതി വരെ ഇവിടെ വെള്ളം ഇല്ലായിരുന്നു. അതിനുശേഷമാണ് മഴക്കാലം ആരംഭിച്ചത്. ഇപ്പോൾ നല്ല തിരക്കുണ്ട്. സ്കൂൾ അടച്ചെങ്കിലും ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് കപ്പിൾസ്, നോർത്ത് ഇന്ത്യൻ കപ്പിൾസ് ഒരുപാട് ഇപ്പോൾ വരുന്നുണ്ട്. ദിവസവും 100 കണക്കിന് സഞ്ചാരികളാണ് ചീയപ്പാറയിൽ ഇറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നു പോകുന്നത്. വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുമൊക്കെയാണ് അധികവും ജലപാതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ചീയപ്പാറയിൽ ഇറങ്ങുന്നത്. വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. വളരെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയും നല്ലൊരു വെള്ളച്ചാട്ടം ഇവിടെ കണ്ടുവരുന്നത്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പച്ചപ്പിന് നടുവിലാണ് ചീയപ്പാറ ജലസമൃദ്ധി തീർക്കുന്നത്. സഞ്ചാരികളുടെ തിരക്കാരംഭിച്ചതോടെ വെള്ളച്ചാട്ടങ്ങളുമായി ചേർന്നു നിന്നിരുന്ന വ്യാപാര മേഖലയും സജീവമാണ്. വേനലിൽ പൂർണ്ണമായി വറ്റിവരളും വരെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികളുടെ ഈ തിരക്ക് തുടരും. അമൃത ന്യൂസ്, ഇടുക്കി. ആധുനികതയും പാരമ്പര്യവും ഒരുമിച്ച് ചേർന്നപ്പോൾ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് ഒരു തോൽപ്പാവക്കൂത്ത്. നമ്മുടെ ഇഷ്ട ഫുട്ബോൾ താരങ്ങൾ കേരളീയ നിഴൽ നാടകത്തിന്റെ തിരശ്ശീലയിൽ എത്തിയിരിക്കുന്നു. തോൽപ്പാവക്കൂത്ത് കലാകാരനായ രാജീവ് പുലവരും സഹപ്രവർത്തകരുമാണ് ഈ ആശയത്തിനു പിന്നിൽ. തിരശ്ശീലയ്ക്ക് പിന്നിൽ രാമനും ലക്ഷ്മണനും സീതയും ഒക്കെ എത്തി രാമായണ കഥകൾ പറഞ്ഞിരുന്ന തോൽപ്പാവക്കൂത്ത് ഇന്ന് എത്തി നിൽക്കുന്നത് കാൽപന്ത് കളിയുടെ കഥ പറയാനാണ്.
ലോകം മുഴുവൻ ഫുട്ബോൾ ആവേശത്തിൽ മുഴുകുമ്പോൾ പ്രശസ്ത തോൽപ്പാവക്കൂത്ത് കലാകാരനായ രാജീവ് പുലവരും ആ ആവേശത്തിന്റെ ഭാഗമാണ്. തിരശ്ശീലയ്ക്ക് പിന്നിൽ ഫുട്ബോൾ ഇതിഹാസങ്ങളായ മെസ്സിയെയും റൊണാൾഡോയെയും നെയ്മറെയും എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം. പുരാണ ഇതിഹാസങ്ങളിലെ നായകന്മാർക്കും ദേവീദേവന്മാർക്കും മാത്രം മാറ്റിവെച്ചിരുന്ന കൂത്തുപന്തലിലാണ് ഇപ്പോൾ മെസ്സിയും കൂട്ടരും നിഴലുകളായി കളം നിറയുന്നത്. ലോകം മൊത്തം കാൽപന്തിൻ്റെ ചൂട്ടിലേക്ക് ഓടിക്കുന്ന സമയത്ത് എന്തുകൊണ്ടൊരു അനുഷ്ഠാന കലാരൂപത്തെ പുത്തൻ ആവേശത്തോടു കൂടി പാവകളിയെ ജനകീയമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ആശയം ഞങ്ങൾ പങ്കുവച്ചത്. ഞങ്ങളിതിന് മുന്നേ ചെയ്ത ചെറിയൊരു വീഡിയോയിൽ നിന്നാണ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന കുറച്ച് പയ്യന്മാർ ചേർന്ന് നമ്മുടെ ടീമിലുള്ള 2-3 ആശയമായിരുന്നു. ആദിത്യനൊക്കെ ഒരുമിച്ച് അവരുടെ നാട്ടിലെ പയ്യന്മാർ പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനൊരു ഫുട്ബോൾ കളിയുടെ ഒരു ആവേശം ചെയ്തുകൂടാ എന്നൊരു ആശയം പങ്കുവച്ചു. ആ ഒരു ആശയമാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ വലിയ രീതിയിൽ പിന്തുണയായിട്ട് എല്ലാവരും ഏറ്റെടുത്തത്. ഈ പരീക്ഷണത്തിന്റെ ഫലമായി പുറത്തുവന്ന 46 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഫീച്ചർ വീഡിയോ ദൃശ്യം ഇതിനകം തന്നെ ലോകശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. AI സഹായം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. നമ്മുടെ രാജീവ് സാർ നമ്മുടെ ഒരു പ്രഷ്യസ് ക്ലയൻ്റാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ഒരു കൗതുകമായിരുന്നു. കാരണം പുതിയൊരു സംഭവമാണ്. കാരണം നമ്മൾ രാമായണ കഥ മാത്രമാണ് നമ്മൾ തോൽപ്പാവക്കൂത്തിലൂടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുട്ബോൾ ആവേശത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ജനകീയമാവുമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആശയം തന്നെയാണ് ഞങ്ങൾക്കും തോന്നിയത്. 1 മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള വീഡിയോയ്ക്ക് പിന്നിൽ ഒരുപാട് ദിവസത്തെ അധ്വാനമാണുള്ളത്. ഫസ്റ്റത്തേൽ നമുക്ക് കുറച്ചും കൂടി വിഷ്വൽ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം നമ്മളൊന്നുകൂടി വേറെ ചെയ്തപ്പോഴാണ് അത് ഇത്രയും സക്സസ് ആയത്. രാമായണ കഥകൾ പറഞ്ഞിരുന്ന തോൽപ്പാവക്കൂത്ത് ഇന്ന് ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ കഥ പറയുമ്പോൾ അത് ഒരു കലാപരീക്ഷണം മാത്രമല്ല, പാരമ്പര്യത്തിനും ആധുനികതയ്ക്കും ഇടയിലെ മനോഹരമായ ഒരു പാലം കൂടിയാണ്. ലോകകപ്പ് ആവേശത്തിനൊപ്പം കേരളത്തിന്റെ സ്വന്തം നിഴൽ നാടകം കൂടി ലോകശ്രദ്ധ നേടുകയാണ്. അമൃത ന്യൂസ്, പാലക്കാട്. മലയാളത്തിന്റെ പെണ്ണെഴുത്തിന്റെ കരുത്ത് അടയാളപ്പെടുത്തിയ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി നോവൽ പിറവിയെടുത്തിട്ട് 50 ആണ്ട് തികയുന്നു. ഇതിന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് വായനാദിനത്തിൽ തിരുവനന്തപുരം കരമന ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. പൊതു ഇട വായന ഉൾപ്പെടെയുള്ള പരിപാടികൾക്കാണ് തുടക്കമിട്ടത്. സാംസ്കാരിക പ്രവർത്തകൻ M. അജയ് ദേവ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് മിനി വൈ അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ ബിലു VB മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാരംഗം കൺവീനർ സജുല H, സ്റ്റാഫ് സെക്രട്ടറി ശ്രീദേവി R എന്നിവർ പ്രസംഗിച്ചു. അഗ്നിസാക്ഷി കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായാണ് പൊതു ഇട വായന തുടങ്ങിയതെന്ന് കുട്ടികളും അധ്യാപകരും പറഞ്ഞു. സ്കൂൾ പരിസരത്തെ കവലകൾ, വീടുകൾ തുടങ്ങിയിടങ്ങളിൽ നോവൽ പാരായണവും വായനയ്ക്കുള്ള സൗകര്യങ്ങളും ഒരുക്കും. അഗ്നിസാക്ഷി സിനിമാ പ്രദർശനവും നടത്തി. നോവൽ ഭാഗത്തെ റീലുകളായി അവതരിപ്പിക്കൽ, ഓഡിയോ ബുക്ക് തയ്യാറാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും ഉണ്ടാകും. പന്തളം അമൃത വിദ്യാലയത്തിൽ മാതൃഭൂമി സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വായനാദിന പരിപാടി സംഘടിപ്പിച്ചു. കവിയും അധ്യാപകനും അഭിനേതാവുമായ വിനോദ് മുളമ്പുഴ മുഖ്യാതിഥിയായി. വിദ്യാലയത്തിലെ 2 വിദ്യാർത്ഥികളുടെ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. 5ാം ക്ലാസ് വിദ്യാർത്ഥി ഉദിത് വിപിൻ എഴുതിയ ആൻ അൺഎക്സ്പെക്റ്റഡ് ഹീറോ ഇൻ ദ സ്കൈ എന്ന പുസ്തകവും 3ാം ക്ലാസ് വിദ്യാർത്ഥി V. കൃഷ്ണജ് എഴുതിയ അമേസിംഗ് ജേർണി എന്ന പുസ്തകവുമാണ് പ്രകാശനം ചെയ്തത്. പരിപാടിയോടനുബന്ധിച്ച് ബുക്ക് മേക്കിംഗ് കോമ്പറ്റീഷൻ, കഥാരചന, പുസ്തകാവലോകനം, വായന മത്സരം എന്നിങ്ങനെ വിവിധ പരിപാടികളും നടന്നു. കോട്ടയം വാകത്താനത്ത് ക്ഷേത്ര നടപ്പന്തലിന് സമീപത്തു നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. മണികണ്ഠപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ നടപ്പന്തലിന് സമീപത്തു നിന്നുമാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ക്ഷേത്രം ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് എക്സൈസ് സംഘം സ്ഥലത്തെത്തി ചെടികൾ പിഴുതെടുത്തു. കഴിഞ്ഞ മാസമായിരുന്നു ക്ഷേത്രത്തിലെ ഉത്സവം. ഉത്സവത്തിനെത്തിയവരിൽ ആരെങ്കിലും ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ച കഞ്ചാവിന്റെ അവശിഷ്ടത്തിൽ നിന്നും ചെടി മുളച്ചതാകാമെന്ന് കരുതുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബിസിനസ് വാർത്തകൾ നോക്കുമ്പോൾ വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുന്നുണ്ട് അമൃത ന്യൂസിനൊപ്പം. ശ്രീ K. ദിലീപ്, നമ്മൾ കഴിഞ്ഞയാഴ്ച നോക്കിയാൽ നേട്ടവും കോട്ടവും ഒക്കെ വിപണിയിൽ പ്രതിഫലിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ പോയ വാരം വിപണിയെ എങ്ങനെ വിലയിരുത്താം ദിലീപ്?
കുറച്ച് നാളുകൾക്ക് ശേഷം മികച്ചൊരു നേട്ടത്തിലാണ് കഴിഞ്ഞ ആഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. US ഇറാൻ സമാധാന കരാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല സാഹചര്യത്തിലാണ് വിപണിയിലുള്ള നിക്ഷേപ താല്പര്യം ഉണ്ടായത്. ആഗോള സാഹചര്യങ്ങളും അനുകൂലം തന്നെയായിരുന്നു. മാത്രമല്ല, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ചില ദിവസങ്ങളെങ്കിലും വിപണിയിൽ അറ്റ നിക്ഷേപത്തിനുമായിരുന്നു. രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള വർധനവും ഒപ്പം തന്നെ എണ്ണവിലയിലുണ്ടായിട്ടുള്ള ക്രൂഡ് ഓയിൽ വിലയുണ്ടായിട്ടുള്ള ഗണ്യമായ കുറവും വിപണിയെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനുണ്ടായി. $80 താഴേക്ക് വരെ ക്രൂഡ് ഓയിലിൻ്റെ വില എത്തിയത് വിപണിക്ക് വലിയൊരു പ്രോത്സാഹനം തന്നെയായിരുന്നു. വരും ദിവസങ്ങളിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ ഇനിയുള്ള വിപണിയുടെ ഉയർച്ചയിൽ നേരിയ തോതിലെങ്കിലും ലാഭമെടുക്കൽ പ്രവണത കണ്ടേക്കാം. ആ ഒരു സാഹചര്യം ഇന്നലെ വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല, IT മേഖലയിൽ തുടരുന്ന ഒരു ആശങ്കകൾ വലിയ തോതിൽ വിപണിയെ ബാധിക്കുന്നുമുണ്ട്. ഇന്നലത്തെ വിപണിയിൽ ഉണ്ടായിട്ട് വലിയൊരു നഷ്ടത്തിന് പ്രധാനപ്പെട്ട കാരണം IT മേഖലയിൽ ഉണ്ടായിട്ടുള്ള വിൽപ്പനയാണ്. ആക്സെഞ്ചറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ഫ്യൂച്ചർ ആയിട്ട് ഭാവി വരുമാനത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചുമുള്ള നേരിയ തോതിലൊരു ആശങ്ക പ്രകടിപ്പിച്ചത് മറ്റ് ഓഹരികളിലേക്കും വലിയ തോതിൽ വിൽപ്പനയ്ക്ക് കാരണമാവുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ഇന്നലെ വിപണിയിലുണ്ടായിട്ട വിൽപ്പന. എന്നാൽ അവസാന മണിക്കൂറിൽ ഒരു തിരിച്ചുകയറ്റം ഉണ്ടാവുകയും ആ നഷ്ടത്തിൻ്റെ തോത് കുറയുകയും ചെയ്തു. ഇനി ബജറ്റിലെ പ്രതീക്ഷകൾ നോക്കാം. സിനിമാ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് സിനിമാ മേഖല. കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി മോഹൻലാൽ പ്രതികരിച്ചു. ആന്റി പൈറസി സെൽ രൂപവൽക്കരിക്കുമെന്ന പ്രഖ്യാപനം ശ്രദ്ധേയമാണെന്ന് പൃഥ്വിരാജും അറിയിച്ചിട്ടുണ്ട്. സിനിമയെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നത് കാലങ്ങളായുള്ള ആവശ്യമായിരുന്നുവെന്ന് നിർമ്മാതാവ് ആൻഡോ ജോസഫും പ്രതികരിച്ചു. മലയാള സിനിമ മേഖലയെ വികസിപ്പിക്കാൻ സർക്കാർ സമഗ്ര പദ്ധതികൾ തയ്യാറാക്കും. ഇതിന്റെ ഭാഗമായി JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ സിനിമാ മേഖലയിലെ പ്രമുഖർ പ്രതീക്ഷയോടെയാണ് സ്വീകരിച്ചത്. പുതിയ ബഡ്ജറ്റിൽ സിനിമാ മേഖലയെ കൈപിടിച്ചുയർത്താൻ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച സർക്കാർ തീരുമാനത്തെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്ന് നടൻ മോഹൻലാൽ പ്രതികരിച്ചു. പദ്ധതികൾ സിനിമാ മേഖലയ്ക്ക് പുത്തനുണർവും വളർച്ചയും പ്രദാനം ചെയ്യുമെന്ന കാര്യം തീർച്ചയാണ്. സിനിമയെ ഒരു വ്യവസായമായി പരിഗണിക്കാനുള്ള നടപടികളെടുക്കുമെന്ന പ്രഖ്യാപനം ആയിരക്കണക്കിന് സിനിമാ പ്രവർത്തകർക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുമെന്ന് മോഹൻലാൽ സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചു. മലയാള സിനിമയുടെ സ്രഷ്ടാവെന്ന് തന്നെ വിളിക്കാവുന്ന JC ഡാനിയലിന്റെ പേരിൽ കൊച്ചിയിൽ ഫിലിം സിറ്റി സ്ഥാപിക്കുമെന്നും സിനിമയെ വ്യവസായമാക്കുമെന്നുമുള്ള സർക്കാരിന്റെ വാക്ക് സെല്ലുലോയിഡിനെ തൊട്ടുനിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സന്തോഷവും അഭിമാനവും ആത്മവിശ്വാസവും നൽകുന്നുവെന്നായിരുന്നു നടൻ പൃഥ്വിരാജിന്റെ പ്രതികരണം. സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ച സർക്കാരിനും മുഖ്യമന്ത്രിക്കും നന്ദി പറഞ്ഞ ടൊവിനോ തോമസ്, സിനിമാ പ്രവർത്തകർ വളരെ നാളായി ഉന്നയിച്ചിരുന്ന ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിച്ചത് ഈ മേഖലയിൽ പണിയെടുക്കുന്ന അനേകായിരം പേർക്കുള്ള അംഗീകാരമായി കാണുന്നുവെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സിനിമയെ വ്യവസായമായി പ്രഖ്യാപിക്കണമെന്നത് സിനിമാ പ്രവർത്തകർ ഉയർത്തുന്ന ആവശ്യമായിരുന്നുവെന്നും പക്ഷേ ആരും ഇതുവരെ അത് ചെവിക്കൊണ്ടിരുന്നില്ലെന്നുമാണ് നിർമ്മാതാവ് ആൻഡോ ജോസഫിന്റെ പ്രതികരണം. വ്യവസായ പദവി കിട്ടുന്നതോടെ സിനിമയുടെ സമസ്ത മേഖലകളിലും വളർച്ചയ്ക്കുള്ള കളമൊരുങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമയെ വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ചതും കൊച്ചിയിൽ ഫിലിം സിറ്റി സ്ഥാപിക്കുന്നതും ആന്റി പൈറസി സെല്ലുമടക്കം നിരവധി പ്രഖ്യാപനമായിരുന്നു ഇന്നത്തെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. റബ്ബറിന്റെ അടിസ്ഥാന വില 250 രൂപയായി ഉയർത്തിക്കൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ് കർഷകർ. പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കിയ സർക്കാരിന് അവർ നന്ദി അറിയിച്ചു. അതോടൊപ്പം റബ്ബർ ടാപ്പിംഗ് മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. UDFന്റെ പ്രകടന പത്രികയിൽ കാർഷിക മേഖലയ്ക്കായുള്ള വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു റബ്ബറിന്റെ അടിസ്ഥാന വില 250 രൂപയായി ഉയർത്തും എന്നുള്ളത്. സർക്കാരിന്റെ കന്നി ബജറ്റിൽ തന്നെ വാഗ്ദാനം നടപ്പാക്കിയതിനെ റബ്ബർ കാർഷിക മേഖല ഒന്നടങ്കം കയ്യടികളോടെയാണ് ഏറ്റുവാങ്ങിയത്. റബ്ബറിന് അടിസ്ഥാന വില 250 രൂപ ആക്കുമെന്നുള്ള ഉറപ്പ് UDF ഗവൺമെന്റ് പാലിച്ചിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ റബ്ബർ മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകുന്നത്. തീർച്ചയായിട്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. പിന്നെ താങ്ങുവില 250 രൂപ ആക്കിയതിന് ഞങ്ങൾ UDF ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും ഞങ്ങൾ അങ്ങേയറ്റം നന്ദി പറയുകയാണ്. വരും നാളുകളിൽ റബ്ബർ വില 300 രൂപയായി ഉയർത്തുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. റബ്ബർ കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് പോയവരെ തിരികെ കൊണ്ടുവരുവാൻ സർക്കാരിൻ്റെ പ്രഖ്യാപനം വഴിയൊരുക്കുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു.
റബ്ബർ കൃഷി ലാഭകരമല്ലാത്തൊരു ഒരു തൊഴിലായി പോയത് കൊണ്ടാണ് റബ്ബർ കൃഷി നിന്ന് ആൾക്കാർ മാറിയത്. അപ്പോൾ റബ്ബറിന് 250 രൂപയ്ക്ക് കൂടുതൽ വില കിട്ടുക, അല്ലെങ്കിൽ 300 രൂപ വില കിട്ടിക്കഴിഞ്ഞാൽ റബ്ബർ കൃഷിയിലോട്ട് തിരിച്ച് ആൾക്കാർ വരും. വില 300 രൂപയിൽ എത്തിയാൽ റബ്ബർ ഷീറ്റ് ഉൽപ്പാദനം പഴയ തോതിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷ. ഷീറ്റ് ആക്കാൻ വേണ്ടി തന്നെ നല്ല എഫേർട്ടുള്ള പണിയാണത്. അതിന് ആൾക്കാർ കുറവാണ്. വെട്ടി പാലെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ പേര് ഇപ്പോൾ ചണ്ടിയാക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം 250 രൂപ UDF സർക്കാർ തലവൽ പ്രഖ്യാപിച്ച ഒരു ആശ്വാസമാണ്. റബ്ബറിന്റെ വിലയിടിവും തൊഴിലാളി ക്ഷാമവും മൂലം 25% തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. താങ്ങുവില ഉയർത്തിയതിനൊപ്പം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളെ എത്തിച്ച് ടാപ്പിംഗ് പരിശീലനം നൽകി ഈ രംഗത്തെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനും സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന ആവശ്യം കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 25% തോട്ടം വെട്ടാതെ കിടക്കുന്നു എന്നുള്ള വലിയ ഗൗരവമായ കാര്യമാണ്. അതുദ്ദേശം 2 ലക്ഷം ടണ്ണിൻ്റെ ഉൽപ്പാദന കുറവ് വരുമെന്നാണ്. അടിയന്തരമായി വെട്ടാതെ കിടക്കുന്ന തോട്ടം വെട്ടിക്കാനുള്ള നടപടി സ്വീകരിക്കണം. റബ്ബറിൻ്റെ സ്പ്രേയിങ്, റെയിൻ ഗാർഡിംഗ് എന്നിവയ്ക്കുള്ള സബ്സിഡി ഉയർത്തണമെന്നും റബ്ബർ ടാപ്പിങ്ങും റബ്ബർ തോട്ടത്തിലെ കാട് തെളിക്കലും ഉൾപ്പെടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും അടക്കം വിവിധ നിർദ്ദേശങ്ങളും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. അമൃത ന്യൂസ്, കോട്ടയം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.